2004 ഏപ്രിൽ 2-ന് മാവേലിക്കര മാന്നാറിൽ ഒരു ക്രൂരമായ സംഭവം അരങ്ങേറി. 1.5 വയസ്സുള്ള മകളുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയെ, അതായത് ആ പെൺകുട്ടിയുടെ അമ്മയെ അച്ഛൻ ക്രൂരമായി കൊലപ്പെടുത്തുന്നങ്ങനെ ആദ്യം ശ്വാസം മുട്ടിച്ച് വാ പൊത്തിപ്പിടിച്ച് ചുമരിൽ തലയിടിക്കുന്നു. ബോധം കെട്ട് വീഴുമ്പോൾ ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുന്നു. എന്നിട്ട് ഉളിയും കത്തിയൊക്കെ കൊണ്ട് കഴുത്ത് അറുത്തെടുത്ത ശേഷം അതെടുത്ത് ആ ജഡത്തിൻ്റെ മുകളിൽ വയ്ക്കുന്നു. എന്നിട്ട് എട്ടും പൊട്ടും തിരിയാത്ത 1.5 വയസ്സുകാരിയും കൊണ്ട് അയാൾ ഒരു രാത്രി മുഴുവൻ ആ ജഡത്തിനെ കാവലിരിക്കുന്നു. ഇതാണ് നടന്ന ക്രൂരത. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇയാൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. പോലീസ് പോയി പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞു. പോലീസുകാർ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് ഇയാൾ അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയെ, മകളെ, അമ്മയുടെ ബന്ധുക്കളെ വളർത്താൻ ഏൽപ്പിച്ചു, നോക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. ആ കൊലക്കേസിൻ്റെ പേരാണ് ജയന്തി വധക്കേസ്. ഏകദേശം 20 വർഷത്തെ പഴക്കമുള്ള ജയന്തി വധക്കേസ്. ഇനി പ്രതിയുടെ പേര് കുട്ടിക്കൃഷ്ണൻ. കുട്ടിക്കൃഷ്ണൻ എങ്ങനെയാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയനായത്? ഇക്കാര്യം ഉദ്വേഗജനകമായ ഒരു ത്രില്ലിംഗ് സിനിമയെ പോലും വെല്ലുന്ന തരത്തിലുള്ള നാടകീയതകൾ നിറഞ്ഞ, സസ്പെൻസ് നിറഞ്ഞ കഥയാണ്. ആ കഥയിലേക്ക് കടക്കാൻ നോക്കാം. ജയന്തി സുന്ദരിയായിരുന്നു. ജയന്തിയുടെ 2ാം വിവാഹമാണ് കുട്ടിക്കൃഷ്ണനുമായി നടന്നത്. കുട്ടിക്കൃഷ്ണന് 2ാം വിവാഹം തന്നെയാണ്. പക്ഷേ 6 മാസം മാത്രം വേറൊരു ഭർത്താവിനൊപ്പം ജീവിച്ചിരുന്ന ജയന്തി ആ വിവാഹ കാര്യം കുട്ടിക്കൃഷ്ണനിൽ നിന്നും മറച്ചു വെച്ചു. ഇത് പിന്നീട് അറിഞ്ഞ കുട്ടിക്കൃഷ്ണനെ പകമൂത്തു. താൻ 2ാം വിവാഹ കാര്യം ജയന്തിയോട് പറഞ്ഞിരുന്നു. പക്ഷേ ജയന്തിയും 2ാമത്തെ കല്യാണമാണെന്ന് തന്നോട് പറഞ്ഞിരുന്നില്ല എന്നതായിരുന്നു പകയുടെ 1ാമത്തെ കാര്യം. പിന്നെ ജയന്തി കാണാൻ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ സംശയരോഗം ഇരട്ടിച്ചു. സംശയമാണ് ഇയാളെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. വീട്ടിൽ അല്ലറ ചില്ലറ സൗന്ദര്യപ്പിണക്കങ്ങളും വഴക്കുകളും ഉണ്ടായിരുന്നുവെങ്കിലും ആ ദിവസം ഏപ്രിൽ 2-ാം തീയതി 2004 ഏപ്രിൽ 2-ാം തീയതി നടന്നത് അരും കൊലയാണ്. ആ യുവതിയെ ഇയാൾ കഴുത്ത് ഞെരിച്ച് തല ചുമരിലിടിച്ച് ബോധം കെടുത്തുകയും പിന്നീട് കഴുത്തറുത്ത് അവരുടെ ശരീരത്തിന് മുകളിൽ തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. വളരെ ക്രൂരമായ കൊലപാതകം. ഈ സംഭവം കഴിഞ്ഞ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 84 ദിവസം ഇയാൾ റിമാൻഡിലായിരുന്നു. ഈ റിമാൻഡിൽ കഴിയുന്ന സമയത്ത് ഇയാളുടെ സഹതടവുകാരനോട് പറഞ്ഞു, ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ വീടിന് പിന്നിലുള്ള വാഴയുടെ ചോട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ സഹതടവുകാരൻ ഇയാൾക്ക് മുന്നേ ജയിൽ മോചിതനായി നേരെ പോയി ആ വീടിന് പുറകെ പോയി ആ വാഴയുടെ ചോട്ടിൽ നിന്ന് ആ സ്വർണ്ണമെല്ലാം എടുത്ത് കടന്നു കളയുകയും ചെയ്തു. അയാൾ ഇതുവരെ പിന്നെ കണ്ടെത്തിയിട്ടുമില്ല. പോലീസ് അന്വേഷണം മുറുകിയപ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അത് ആ കള്ളൻ്റെ കാര്യം. കുട്ടിക്കൃഷ്ണൻ എന്ത് ചെയ്തു? 84-ാം ദിവസം ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി വന്ന ശേഷം ആദ്യം ചെയ്തത് തൻ്റെ വീടും പുരയിടവും വിൽപ്പന നടത്തി. വിറ്റ ശേഷം ഒരു മുങ്ങലങ്ങ് മുങ്ങി. എങ്ങോട്ടേക്ക്? ആദ്യം ഇടുക്കി ജില്ലയിൽ പോയ ശേഷം അവിടെ കട്ടപ്പനയിൽ ഒരു ജ്യോതിഷിക്കൊപ്പമായിരുന്നു താമസം. ജ്യോതിഷിയെ ഗുരുവായി കണ്ട് സ്വീകരിച്ച് അവിടെ ഒരു ലോഡ്ജിൽ താമസിച്ച് ഗുരുവിൻ്റെ ജ്യോതിഷം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ഗുരുവിന് വേണ്ടി ആളുകളെ ക്യാൻവാസ് ചെയ്യുക, ഇതൊക്കെയായി കുട്ടിക്കൃഷ്ണൻ അങ്ങനെ ആൾമാറാട്ടം നടത്തി അവിടെ ജീവിച്ചു. കുട്ടിക്കൃഷ്ണൻ വിചാരണയ്ക്ക് വരാതിരുന്നപ്പോൾ, ജാമ്യത്തിലിറങ്ങി പ്രതി മുങ്ങിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞപ്പോൾ ഇയാൾ എവിടെയുണ്ടെന്നുള്ള അന്വേഷണം മുറുകി. ഇയാൾ ഇവിടെ ഇടുക്കിയിൽ കട്ടപ്പനയിലുണ്ടെന്ന് അറിഞ്ഞ ശേഷം പോലീസ് അങ്ങോട്ട് പോയപ്പോൾ ഇയാൾ അവിടെ നിന്ന് നേരെ ഒഡീഷയിലേക്ക് പോയി. ഈ കട്ടപ്പന എത്തുന്നതിന് മുന്നേ എടത്തുവയിൽ കുറേ കാലം ആൾമാറാട്ടം നടത്തിയിരുന്നു. എടത്തുവയും തിരുവല്ലയും അങ്ങനെ തുടങ്ങിയ കുറേ സ്ഥലങ്ങളിൽ ഇയാൾ ആൾമാറാട്ടം നടത്തി പല ലോഡ്ജുകളിലായി താമസിച്ചിരുന്നു. കാരണം വീട് വിറ്റ പൈസ ഇയാളുടെ കയ്യിലുണ്ട്. ജ്യോതിഷിയുടെ കൂടെ നിന്നപ്പോഴും കുറച്ച് കാശ് സമ്പാദിച്ചു. പിന്നെ വീട് വിറ്റ പണം ഇയാളുടെ കൈവശമുണ്ട്. അതെല്ലാം വെച്ച് ഇയാൾ നേരെ ഒഡീഷയിൽ പോയി ഓഹരി വിപണി, ഓൺലൈൻ ട്രേഡിംഗ് തുടങ്ങിയ നവീനമായ സംരംഭങ്ങളിൽ ഏർപ്പെട്ടു. എന്നിട്ട് കുറേ കാലം അവിടെ താമസിച്ചു. പോലീസുകാർ ഇയാളെ തപ്പി നടക്കുകയാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും തപ്പി നടന്നു. പക്ഷേ ഇയാളെ മാത്രം കിട്ടിയില്ല. ജയന്തി കൊലക്കേസിലെ പ്രതി പിടികിട്ടാപ്പുള്ളിയായി മാറി, സുകുമാരക്കുറുപ്പിനെ പോലെ മാറി ഇങ്ങനെ പോയി. അപ്പോഴാണ് കഴിഞ്ഞ വർഷം 2023 ചൈത്ര തെരേസ ജോൺ എന്ന മിടുക്കിയായ IPS ഓഫീസർ അവിടെ ചുമതലയേൽക്കുന്നത്, ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേൽക്കുന്നത്. അവർ ചെങ്ങന്നൂർ DOSPയുടെ കീഴിലുള്ള കേസുകൾ, ഏതൊക്കെ കേസുകളാണ് പിടികിട്ടാപ്പുള്ളികളുള്ളത്, തെളിയിക്കപ്പെടാനുള്ള എത്ര കേസുകൾ എന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ജയന്തി കൊലക്കേസിലെ പ്രതി ജാമ്യത്തിലിറങ്ങി മുങ്ങിയ വിവരം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, ചൈത്ര തെരേസ ജോണിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ചൈത്ര ഉടനെ തന്നെ DYSPയോട് നിർദ്ദേശിച്ചു, DYSP ഇത് അന്വേഷിക്കണം, ഇത് അന്വേഷിച്ച് ഈ കൊലയാളിയെ പിടികൂടണം എന്ന് നിർദ്ദേശിച്ചു. അവർ അന്വേഷിച്ചപ്പോൾ കട്ടപ്പനയിൽ നിന്നും ഇയാൾ ജ്യോതിഷി തട്ടിപ്പ് നടത്തിയ ശേഷം ഒഡീഷയിലേക്കാണ് മുങ്ങിയതെന്ന് തിരിച്ചറിഞ്ഞു. പോലീസ് സംഘം അവിടെ എത്തുമ്പോൾ ഇയാൾ അവിടെ നിന്ന് എല്ലാം നഷ്ടത്തിലായി, ഓഹരി കച്ചവടമൊക്കെ നഷ്ടത്തിലായത് കാരണം അവിടെ നിന്ന് മുംബൈയിലേക്ക് മുങ്ങിയ ശേഷം അവിടെ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അയാൾ ഒരു എറണാകുളം സ്വദേശിയുടെ കൂടെ തൃക്കാക്കരയിൽ വന്ന ശേഷം അവിടെ ഒരു ലോഡ്ജിൽ പല ലോഡ്ജുകളിലായി മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു. അതാണ് ജ്യോതിഷം തന്നെയാണ് വിഷയം. ജ്യോതിഷം, വാസ്തു ഇതാണ് ഇയാളുടെ ബിസിനസ്. ഇങ്ങനെ ആളുകളെ കബളിപ്പിച്ച് അവിടെ ജീവിച്ചുകൊണ്ട് വരികയാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായത്.
എങ്ങനെ ഇയാളുടെ ഏതൊക്കെ പേരാണ്? കുട്ടിക്കൃഷ്ണൻ, കൃഷ്ണകുമാർ, കെ എന്നീ പേരുകളിലാണ് ഇയാൾ ആളുകളുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നത്. ആർക്കും ഇയാളെ മനസ്സിലായതുമില്ല. എന്നാൽ ഒരു നാടോടിക്ക് ഇയാളിൽ സംശയം തോന്നിയിരുന്നു. ഇയാൾ ആണോ ആ കൊലക്കേസിലെ കുട്ടിക്കൃഷ്ണൻ? ആ നാടോടിയാണ് പോലീസിന്, അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരം നൽകിയത്. വിവരം നൽകി 6-ാം ദിവസം തന്നെ പോലീസ് കുട്ടിക്കൃഷ്ണനെ പിടികൂടി നേരെ കോടതിയിൽ ഹാജരാക്കി. കോടതി പറഞ്ഞു, ഇത് ഇയാൾക്ക് വധശിക്ഷ കൊടുക്കണം. പ്രോസിക്യൂട്ടർ, അതായത് ഗംഭീരമായാണ് സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർ വാദിച്ചത്. കാരണം ഇയാളുടെ മൊഴി തന്നെയുണ്ട്. ഈ മൊഴി എന്നിട്ട് മാറ്റാനും ശ്രമിച്ചു. ഇയാൾ മകളെയും കൊണ്ടാണ് സ്റ്റേഷനിൽ പോയി പറയുന്നത്, ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു, മകൾ അനാഥയാണ്, എന്നെ അറസ്റ്റ് ചെയ്യൂ, മകളെ ആരുടെയെങ്കിലും സുരക്ഷിതമായ കാര്യങ്ങളിൽ ഏൽപ്പിക്കുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് പോകുന്ന പോക്കിൽ സുഭാഷ് എന്ന പേരുള്ള ഒരു പോസ്റ്റ്മാനെ കണ്ടിരുന്നു. വഴിയിൽ വെച്ച് സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ പോസ്റ്റ്മാനെ കണ്ടിരുന്നു. പോസ്റ്റ്മാനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു കേട്ടോ എന്ന് വളരെ വീമ്പിളക്കി. ആ പോസ്റ്റ്മാൻ ആകാനാണ്. ഈ പോസ്റ്റ്മാനാണ് ആദ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നത്. ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടതാ പോവുകയാണ് സൈക്കിളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോയത്. ആ പോസ്റ്റ്മാൻ്റെ മൊഴി നിർണായകമായിരുന്നു. എന്നിട്ട് ഇയാൾ എന്താണ് മൊഴി മാറ്റി 2-ാം ഘട്ടം അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുപോയി ഇയാൾ പറഞ്ഞു, ഞാനല്ല കൊന്നത്, ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു അന്യപുരുഷനുണ്ടായിരുന്നു, അയാൾ എന്നെ ഉപദ്രവിച്ചു, അയാളാണ് ജയന്തിയെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. കാരണം ദൃക്സാക്ഷികളില്ലല്ലോ, അതുകൊണ്ട് ഇയാൾക്ക് എന്തും പറയാം. പക്ഷേ സംശയങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് കോടതി തീർപ്പ് കൽപ്പിക്കുകയും കോടതി പരിശോധിച്ചത് 36 രേഖകൾ പരിശോധിച്ചു, 22 സാക്ഷിമൊഴികൾ പരിശോധിച്ചു, അതുപോലെ തന്നെ 30 തൊണ്ടിമുതലുകൾ, ആ വൈഫിനെ കൊല്ലാൻ ഉപയോഗിച്ച, ജയന്തിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടെടുത്ത് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ബലത്തിൽ, പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദത്തിൻ്റെ ബലത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞു, ഇവന് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം, ഇവന് വധശിക്ഷ തന്നെ വേണമെന്ന് കോടതി വിധിച്ചു. തീർച്ചയായും, കാരണം ഈ കേരളത്തിൽ ആദ്യമായാണ് സ്വന്തം മൊഴി ഒരാൾക്ക് കൊലക്കയറായി വരുന്നത്, വധശിക്ഷയായി മാറുന്നത്. ഇയാൾ തന്നെയാണ് കേസിൽ പോയി പറഞ്ഞത്, ഞാൻ തന്നെ കൊലപ്പെടുത്തിയെന്ന്. പക്ഷേ ഇയാൾ 20 വർഷം പോലീസിനെ കബളിപ്പിച്ച് നടന്നതും ഈ വിധിയിൽ നിർണായകമായി എന്ന് പറയാതിരിക്കുക നിവൃത്തിയില്ല. അതാണ് വാസ്തവവും. പോലീസിൻ്റെ അന്വേഷണ മികവ്, അതായത് പൊടിതട്ടിയെടുത്ത് അന്വേഷിച്ച കേസിലാണ് ഇപ്പോൾ കുട്ടിക്കൃഷ്ണൻ പിടിയിലായത്. പൊടിതട്ടാതെ ഇരുന്നുവെങ്കിൽ, ഇത് അന്വേഷിക്കാതിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ചൈത്ര തെരേസ ജോൺ പോയിട്ട് ഈ പഴയ കേസുകൾ പിടികിട്ടാത്ത പുള്ളികൾ ആരൊക്കെയാണ് അബ്സ്കോണ്ടിങ്, ഇവരെ എങ്ങനെ കൊണ്ടുവരണം എന്ന് ചിന്തിക്കാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുട്ടിക്കൃഷ്ണൻ തൃക്കാക്കരയിലെ ലോഡ്ജിലിരുന്ന് ഇപ്പോഴും ജ്യോതിഷം പറഞ്ഞും വാസ്തു പറഞ്ഞും ഒക്കെ കാശ് വെട്ടിച്ചുകൊണ്ട് ജീവിച്ചേനെ.